എന്തുകൊണ്ടാണ് മനുഷ്യർ സ്വന്തം ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ ജീവിക്കുന്നു? സുസ്ഥിര ജീവനത്തെ തകർക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സസ്റ്റൈനബിൾ ലിവിംഗ് ഫെയിൽസ് ഡ്യൂ ടു മിസ്ഗൈഡഡ് നോളജ്, ഇൻഡിവിജ്വലിസം ആൻഡ് കൺസ്യൂമറിസം. സുസ്ഥിര ജീവനത്തെ തകർക്കുന്നത്, അപജ്ഞാനം എങ്ങനെയാണ് സുസ്ഥിര ജീവിതത്തെ തകർക്കുന്നത്? വ്യക്തിപരത എങ്ങനെയാണ് പരസ്പരാശ്രയ ജാലികയെ തകർക്കുന്നത്? ഉപഭോഗ സംസ്കാരം എങ്ങനെയാണ് സുസ്ഥിര ജീവനത്തെ തകർക്കുന്നത്? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. സുസ്ഥിര ജീവനം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പദമാണത്. സുസ്ഥിര വികസനം എന്നുള്ള പേരിലാണ് അത് ഏറ്റവും നന്നായിട്ട് ഈ അടുത്ത കാലത്ത് അറിയപ്പെടുന്നത്. ഈ സുസ്ഥിര ജീവനം എന്ന് വെച്ചാൽ അതിങ്ങനെ വളരെ പൊലിപ്പിച്ചു നിർത്തിയിട്ടുള്ള ഒന്നാണെങ്കിലും സത്യത്തിൽ ഇത് എന്താണെന്ന് പലർക്കും അറിയില്ല. നമ്മളത് പല ദിവസങ്ങളിലായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തു. ശരിക്കും സുസ്ഥിരമായിട്ട് ജീവിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ പ്രേരിതമാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ 3 ചോദ്യങ്ങളിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്കറിയാം, സുസ്ഥിര ജീവനം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ജൈവികതയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് അതിന്റെ ശരീരത്തെ, അതിന്റെ പ്രവർത്തന സംവിധാനത്തെ, അതിന്റെ സംഘാടകത്വത്തെ, അതിന്റെ സ്വഭാവ വിശേഷങ്ങളെ, അതിന്റെ ഊർജ വിതരണത്തെ ഒക്കെ എന്നേക്കുമായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം എന്നുള്ളത് സ്വാഭാവികമാണ്. ആരെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ എക്സ്റ്റേണൽ കമാൻഡോ വന്ന് ചേരുന്നതല്ല. അത് അവിടെ തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ആ സ്വാഭാവികം എന്ന് പറയുന്നതില് നൈതികതയും എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ പഞ്ചതന്ത്രം കഥകളിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു സാരോപദേശ കഥ എടുത്തു കഴിഞ്ഞാൽ, ക്രൂരനായ സിംഹം പാവപ്പെട്ട മാനിനെ കൊല്ലുന്നത് ഒരു ക്രൂര കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ കുറച്ച് ആഴത്തിലേക്ക് നമ്മളതിനെ മനസ്സിലാക്കിയാൽ സിംഹം ആ മാനിനെ കൊന്നില്ലെങ്കിൽ പിന്നീട് ആ കാടവിടെ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു നിയതിയുണ്ട്. ഇത് ബാലൻസ് ചെയ്യാനാണ് ഈ സിംഹം മാനിനെ കൊല്ലുന്നത്. ഈ രീതിയിൽ ഉള്ളൊരു സ്വാഭാവിക ക്രമം ഇവിടെയുണ്ട്. ആ സ്വാഭാവിക നിലനിൽക്കുമ്പോഴാണ് സുസ്ഥിര ജീവനം സാധ്യമാവുക. ഇപ്പൊ സുസ്ഥിര ജീവനം എന്നുള്ളത് സ്വാഭാവികമായി ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. അതൊരിക്കലും പഠിപ്പിച്ചെടുക്കുന്നതല്ല. അതേസമയം നമ്മളിവിടെ സുസ്ഥിരം എന്ന പേരിൽ നമ്മൾ നേടിയെടുക്കുന്ന പലതും പഠിച്ചെടുക്കുന്നതാണ്, അല്ലെ? ഇപ്പൊ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതല്ല, പഠിച്ചെടുക്കുന്നതാണ്. തൊഴിൽ സംസ്കാരം, സ്വായത്തമാക്കൽ, പ്രൊക്യൂർമെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വേലി കെട്ടിപ്പടുത്ത് നമ്മുടേതായ സ്വത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോ സുസ്ഥിര ജീവനം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഈ അസുസ്ഥിര ജീവിതം, അതായത് സുസ്ഥിര ജീവനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്നുള്ളത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചെടുത്തതാണ്, പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. വിദ്യാഭ്യാസം മുതലുള്ള തൊഴില്, നമ്മൾ ആധുനിക സംസ്കാരം, ഉപഭോഗ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രകൃതിയിൽ സമതുലിതമായി നടക്കുന്നത് മനുഷ്യനിൽ അത് അസമതുലിതമായിട്ടാണ് നടക്കുന്നത്. സമതുലിതത്വം തെറ്റിയിട്ട്, ബാലൻസ് തെറ്റിയിട്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ബോധത്തിന്റെ സ്വാഭാവിക ഒഴുക്കിൽ നിന്നുള്ള വ്യതിചലനമാണ്. ബോധം സ്വാഭാവികമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സുസ്ഥിര ജീവനം എന്നുള്ളൊരു അവസ്ഥ നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോ ഇതില് ആദ്യമായിട്ട് നമ്മൾ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് അപജ്ഞാനം എങ്ങനെ സുസ്ഥിര ജീവനത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. ബോധത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് അപജ്ഞാനമാണ്. അത് മിസ് ഇൻഫർമേഷൻ, പാർഷ്യൽ നോളജ് അല്ലെങ്കിൽ റോങ് നോളജ് എന്നൊക്കെ പറയാം. ഈ മിസ്ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് യഥാർത്ഥത്തിലുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് അജ്ഞാനമാണ്.
യഥാർത്ഥത്തിലുള്ള കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് അജ്ഞാനമാണ്. ഈ മനസ്സിലാക്കൽ, അറിയൽ, ജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾ വേറെ പലയിടങ്ങളിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക, പരിസരവുമായി പൊരുത്തമാകാനുള്ള ശേഷിയാണ് ജ്ഞാനം. ഒന്നുമായി പൊരുത്തമാകാനുള്ള ശേഷിയാണ് ജ്ഞാനം. ആ പൊരുത്തമാകാനുള്ള ശേഷി, എന്റെ പരിസരവുമായിട്ട് ഞാൻ പൊരുത്തമാകുമ്പോഴാണ് എനിക്ക് ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, അല്ലെ? അപ്പോ ഇങ്ങനെയാണ് പൊരുത്തമാകേണ്ടത് എന്നുള്ളത്. ആദ്യം നമ്മൾ ഒരിടത്തേക്ക് പൊരുത്തം, അപ്പൊ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് കസേരയുമായിട്ട് നിന്ന് നിപ്പ് പൊരുത്താവുമല്ല, ഇരുന്ന് പൊരുത്തമാവുകയാണ് വേണ്ടത്. അപ്പോ പതുക്കെ സ്വാഭാവികമായും ആ പൊരുത്തപ്പെട്ട് അതുകൊണ്ട് പൊരുത്തമാവുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പരിസരവുമായിട്ട്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുമായിട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് പൊരുത്തമാകാനായിട്ട് നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. ഈ ജ്ഞാനം സ്വാഭാവികമായി സംഭവിച്ച് അത് നേടേണ്ടതാണ്. അപ്പൊ തുടക്കത്തിൽ അത് ഉണ്ടാവില്ല, അതിനെയാണ് അജ്ഞാനം എന്ന് പറയുക. പിന്നീട് പൊരുത്തമാകുമ്പോൾ ജ്ഞാനം എന്ന് പറയും. പക്ഷെ ഇങ്ങനെയല്ല, വേറൊരു രൂപത്തിലാണെന്ന രീതിയിൽ നമ്മളെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്നത് യഥാർത്ഥ ജ്ഞാനമല്ല, പകരം ഈ ജ്ഞാനമില്ലായികയുമല്ല കേട്ടോ, നമ്മൾ വേറെന്തോ നേടി. അപ്പോ അജ്ഞാനവുമല്ല ജ്ഞാനവുമല്ല, പിന്നെന്താ ഉണ്ടാവുന്നത്? അപജ്ഞാനമാണ്. ഈ അപജ്ഞാനം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകമാന ജ്ഞാനം എന്ന് പറയുന്നതാണ്. ഏകമാന ജ്ഞാനം, ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം മനസ്സിലാക്കുക, വേറെ ഒന്നിനെയും മനസ്സിലാക്കാതിരിക്കുക. സമഗ്രമായ സംവിധാനത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇപ്പോ എന്റെ കൺവീനിയൻസിനെ കുറിച്ച് മാത്രം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ചുറ്റുപാടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കുന്നു. അപ്പൊ ഞാൻ സമഗ്രമായിട്ടുള്ളൊരു സത്തയല്ല, ഞാൻ ചുറ്റുപാടുമായിട്ട് കണക്റ്റഡ് അല്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് കൺവീനിയന്റ് ആണെന്ന് തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ കൺവീനിയൻസ് ആണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ അങ്ങനെ ആയിരിക്കുക എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം പൊരുത്തമാവുകയും പൊരുത്തമായി എന്ന് തോന്നൽ ഉണ്ടാവുകയും മറ്റുള്ളവയുമായിട്ട് പൊരുത്തമാകാതിരിക്കുന്ന സമയത്ത് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസ് എന്നുള്ളത്, ഡിസ്റ്റർബൻസ് കാക്ഷിക്കുന്ന ലോകത്തെ ഒരുപാട് പേരുണ്ട്, അവരുടെ ആവശ്യമാണ്. അവരാണ് ഈ ഏകമാന ജ്ഞാനം എന്ന് പറയുന്നത് ഇന്നലെ മുൻപോട്ട് വയ്ക്കുന്നത്. അത് വേറൊരു പേരിൽ നിങ്ങൾക്ക് അറിയും, റിഡക്ഷണിസം എന്ന് പറയും. ഒന്നിൽ നിന്നും ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്നിട്ട്, ഇപ്പൊ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നു, ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത് കയ്യെ കുറിച്ച് പഠിക്കുന്നു, കയ്യെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ നഖത്തെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ നഖത്തിന്റെ ഒരു കോശത്തെ കുറിച്ച് പഠിക്കുന്നു. നഖത്തിന്റെ ഈ കോശത്തെ കുറിച്ച് അല്ലാതെ മറ്റൊരു കോശത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയാത്ത രീതിയിലുള്ള ഒരു അറിവ്. ഇതാണ് ഏകമാന ജ്ഞാനം എന്ന് പറയുന്നത്, റിഡക്ഷണിസം എന്ന് പറയുന്നത്. ഈ റിഡക്ഷണിസം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അത്തരത്തിലാണ്. അപ്പോ സമഗ്ര ബോധ്യത്തിന്റെ അഭാവമാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ സമഗ്ര ബോധ്യം നമുക്ക് അറിയിക്കാതെ കൊണ്ടുപോകുന്നതാണ്. ജീവൻ സ്വയമേവ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ അറിയാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെ? ശരിക്കും നമ്മൾ സുസ്ഥിര ജീവനം എന്ന് പറയുമ്പോൾ ജീവനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് ജീവൻ നിരന്തരമായി നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ജീവൻ നിരന്തരമായിട്ട് നിലനിൽക്കാൻ അത് ജീവന്റെ സ്വയം പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഒതുങ്ങിക്കൊടുത്താൽ മതി, വഴങ്ങിക്കൊടുത്താൽ മതി. അപ്പോ ആ ജീവന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെ അറിയാതെ പോകലാണ് ഈ സമഗ്രജ്ഞാനം ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാവുന്നത്. ഇതെല്ലാം പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പരസ്പരാശ്രയ ജാലികയാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ കാണാതെ പോകലാണ്. അതിങ്ങനെ കാണുന്നത് എന്തുകൊണ്ട്? പ്രകൃതിയെ നമ്മൾ കേവലം വസ്തുവായി കാണുന്നത് കൊണ്ട്, കേവലം ഒരു മൃതവസ്തുവായി കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യ കേന്ദ്രിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട്, പ്രകൃതി കേന്ദ്രിതമായിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഞാൻ എന്നുള്ളതിനെ ആധാരമാക്കി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ബോധം എന്നുള്ളത് ഇതിനെല്ലാം അറിയുക എന്നുള്ളൊരവസ്ഥയ്ക്ക് പകരം ഇതിലെല്ലാം ആയിരിക്കുക, അവയിൽ നിന്നും സ്വീകരിക്കുക എന്നുള്ളതിന് പകരം, എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും കണക്ട് ചെയ്ത് സ്വീകരിക്കുക എന്നുള്ളതിന് പകരം അതിനെ എനിക്ക് വേണ്ടുന്ന, എന്റെ കൺവീനിയൻസിന് വേണ്ടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി മാറുന്നത് കൊണ്ടാണ്. ബോധം എന്നുള്ളത് ജ്ഞാനത്തിന് പകരം ഉപഭോഗം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറലാണ്. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, പഠിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ്, ശമ്പളം വാങ്ങാൻ വേണ്ടി, ഉയർന്ന ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടി എത്ര പേര് സ്കൂളിൽ പോകുന്നുണ്ട്, വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അപ്പോ ഉപഭോഗത്തിലേക്കുള്ള ചുരുങ്ങലാണ് അവിടെ ഉണ്ടാവുന്നത്. അറിവെന്ന് പറയുന്നത് അവിടെ അനുഭവമില്ലാത്ത വിവരമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം ജീവിതബോധം നൽകാതിരിക്കുമ്പോഴാണ് ഈ അപജ്ഞാനം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും കേട്ടോ. സംസ്കാരം എന്നുള്ള രൂപത്തില് ഇപ്പോ അച്ഛനും അമ്മയും ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു മെക്കാനിക്കൽ ലിവിങ്ങിലൂടെ പോകുമ്പോൾ അത് കണ്ടു വളരുന്ന കുട്ടിക്ക് കിട്ടുന്നത് സാംസ്കാരിക വിദ്യാഭ്യാസമാണ്. ചെറിയ കാലത്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവന് കിട്ടുന്നത് സാംസ്കാരിക വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ അവന് ജീവിതബോധം ലഭിക്കുന്നില്ല. അവന് ഈ മെക്കാനൈസ്ഡ് ആയിട്ടുള്ള, മൊബൈൽ കേന്ദ്രീകൃതമായിട്ടുള്ള, കൺസ്യൂമറിസം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് അവന് കിട്ടുന്നത്. അപ്പോ അവന്റെ ബോധം എന്നുള്ളത് ഉപഭോഗത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു.
ഇൻഫർമേഷൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു, മനുഷ്യകേന്ദ്രിതമായിട്ട് നിൽക്കുന്നു, മറ്റു ജീവികളോട് സഹാനുഭൂതിയൊന്നും ഇല്ലാത്ത അവസ്ഥയായിട്ട് മനസ്സിലാക്കുന്നു. പ്രകൃതി എന്ന് പറയുന്നത് ചൂഷണം ചെയ്യാനുള്ള ഒരു മൃതവസ്തുവാണെന്ന് മനസ്സിലാക്കുന്നു. ഇവയുടെ പരസ്പരാനന്ദത്തെ മനസ്സിലാക്കാതിരിക്കുന്നു. ജീവൻ സ്വയം പ്രവർത്തിക്കുന്നത് മനസ്സിലാകാതെ പോകുന്നു. മൊത്തത്തിൽ സമഗ്രമായ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ റെഡ്യൂസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ബോധാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ നിന്നാണ് വേറെ അടുത്ത പുലിവാല് തുടങ്ങുന്നത്, വ്യക്തിപരത എന്ന് പറയുന്നത്. വ്യക്തിപരത എല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ വരുന്നത്. സുസ്ഥിരത എന്ന് പറയുന്നത് സമഗ്രമാണ്, സർവപരമാണ്. അതിന് നേരെ എതിർപക്ഷത്തേക്കാണ് നമ്മളിപ്പോ എത്തിപ്പറ്റിയത്, വ്യക്തിപരത. ഈ വ്യക്തിപരത എങ്ങനെയാണ് സുസ്ഥിര ജീവനത്തെ തകർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഈ വ്യക്തിപരത എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ട് നിൽക്കുന്നു, എൻറ്റിറ്റികളായിട്ട് മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റികളായിട്ട് മനസ്സിലാക്കുമ്പോൾ അവിടെ കൂട്ടം എന്നൊരവസ്ഥയുണ്ടല്ലോ, കൂട്ടായ്മ എന്നൊരവസ്ഥയുണ്ടല്ലോ. ആ കൂട്ടായ്മ നഷ്ടമാകുന്നു. നമ്മൾ സിസ്റ്റമിക് തിങ്കിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമാണ്. ഘടകങ്ങളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ 1 ഉം 2 ഉം തമ്മിലും, 1 ഉം 3 ഉം തമ്മിലും, 1 ഉം 4 ഉം തമ്മിലും, 1 ഉം 5 ഉം തമ്മിലും, 2 ഉം 3 ഉം തമ്മിലും, 3 ഉം 4 ഉം തമ്മിൽ, എങ്ങനെ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായ ഒരു സ്വഭാവം അത് പ്രകടിപ്പിക്കും. അവിടെയാണ് അതിന്റെ സമഗ്രത ഉണ്ടാകുന്നത്. അപ്പോ ഈ വ്യക്തിപരത എന്ന് പറയുന്നത് വരുന്ന സമയത്ത് ഈ കൂട്ടായ്മയുടെ ആകത്തുകയുണ്ടല്ലോ, അത് നൽകുന്ന ജൈവികതയുണ്ടല്ലോ, അത് നൽകുന്ന സുരക്ഷിതത്വം ഉണ്ടല്ലോ, അത് നൽകുന്ന സവിശേഷത ഉണ്ടല്ലോ, ഇതാണ് നഷ്ടമാകുന്നത്. കൂട്ടായ്മയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ പരസ്പരാശ്രയമാണ് ഈ കൂട്ടായ്മയുടെ അടിസ്ഥാനം, അല്ലെ? അതിനെ വിച്ഛേദിക്കുന്ന ഒരവസ്ഥ, വിസ്ഫോടനാസ്പദമാക്കിയിട്ട് വിച്ഛേദിക്കുന്ന അവസ്ഥ, ബ്രേക്ക് ദ ചെയിൻ, ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ആ വിച്ഛേദനം നടപ്പിലാക്കാൻ ബോധപൂർവം ചിലർ നടത്തിയ പരിശ്രമങ്ങളാണ്. അപ്പൊ ആ വിച്ഛേദനത്തിൽ നിന്ന് പോകുന്നു. അവിടെ ആ പൊതുവായിട്ടുള്ള സ്പേസിൽ നിന്ന് നമ്മളെങ്ങനെ ഒതുങ്ങി വ്യക്തി എന്നുള്ള രൂപത്തിൽ, കാരണം വ്യക്തിപരതയാണ്, കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ വേറിട്ടു. കൂട്ടായ്മ എന്നുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ വേറിട്ടെങ്കിലും കൂട്ടത്തിൽ നിന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ പൊതു ഇടമല്ല, ഇത് എന്റെ പ്രൈവറ്റ് സ്പേസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ മാറിപ്പോകുന്നു. അവിടെ ആ പൊതുവായി എല്ലാവരും ചേർന്ന് നയിക്കേണ്ടത് ആ പൊതുധർമ്മം എന്നുള്ളത് ഇല്ലാതായിത്തീരുന്നു. ഇത് കുടുംബത്തിൽ നടക്കുമ്പോൾ എന്താണ്, കൂട്ടായ കുടുംബം എന്നുള്ളൊരവസ്ഥ മാറിയിട്ട് വ്യക്തിഗത കുടുംബം എന്നുള്ള രീതിയിലേക്ക് മാറി പോകുന്നു. ഇപ്പൊ ഞാനൊരു വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതത്തിന് എന്റെ ലൈംഗിക സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇണയെ സ്വന്തമാക്കേണ്ടത്. അപ്പൊ ഇണ ആയിക്കഴിഞ്ഞാൽ ഇണയും ഞാനും കൂടെ മാറി താമസിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത വഴി. അവിടെ പിന്നെ അടുത്ത സ്റ്റേജിൽ നാട്ടുകാരെ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്ക് വേറെ മുറി, മക്കൾക്ക് വേറെ മൊബൈൽ, മക്കൾക്ക് വേറെ കാര്യങ്ങൾ, ഇതെല്ലാം വെവ്വേറെ, ഇണയുമായിട്ടും വേറെയായി. അപ്പൊ ആദ്യം ഉണ്ടായത് എന്താ, കൂട്ടായ കുടുംബം എന്നുള്ള ഘടനയുടെ തകർച്ചയാണ്. അപ്പോ കൂട്ടായ കുടുംബത്തിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മാറിയിട്ട് അത് വ്യക്തിഗതമായിട്ട് ചുരുങ്ങി. അവിടെ സംഭവിക്കുന്നത് എന്താണ്, സാമൂഹ്യ സുരക്ഷയുണ്ടല്ലോ, സാമൂഹ്യ സുരക്ഷയുടെ ഒരു നെറ്റ്വർക്ക് ഇല്ലേ, ആ നെറ്റ്വർക്ക് ഇല്ലാണ്ടായി, അത് ക്ഷയിച്ചു പോയി. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമുക്ക് വേണ്ടുന്ന ദ്രവ്യങ്ങൾ ഉണ്ടല്ലോ, ആ ദ്രവ്യങ്ങളെ നമുക്ക് വേണ്ടുന്ന പ്രകൃതിയിൽ നിന്നും ഉണ്ടാവുന്ന പ്രാകൃതിക ഘടകങ്ങൾ, എൻവയോൺമെന്റൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അവയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, അവയുടെ ഗുണഭോഗം നഷ്ടപ്പെടുന്നു. പറയുന്നു ഉപഭോഗം എന്ന്, കൂട്ടായ ഗുണഭോഗം എന്നുള്ളത് നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഉപഭോഗത്തിലേക്ക് പോകുന്നത്. അവിടെ ഉണ്ടാകുന്നത് സത്യത്തിൽ ഈ ഗുണഭോഗത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് സഹകരിച്ചുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഉപഭോഗത്തിൽ അവിടെ മത്സരമാണ് ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് പ്രാദേശികമായി എല്ലാവരും അതാത് കൂട്ടങ്ങൾ ചേർന്ന് അതല്ലെങ്കിൽ അതാത് കൂട്ടായ്മകൾ ചേർന്നത് ഗുണഭോഗം നടത്തുന്ന അവസ്ഥയ്ക്ക് പകരം ഈ മത്സരം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ട്, മത്സരത്തിലൂടെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവിടെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇക്കോണമി ആ രൂപത്തിലേക്ക് തിരിയും. പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളെ അവിടുത്തെ കൂട്ടങ്ങൾ കൂട്ടായ്മയോടുകൂടി ഗുണഭോഗം ചെയ്യുന്ന സമയത്ത് വിഭവങ്ങൾക്ക് വിഭവങ്ങൾ കുറച്ചു മതി.
ഈ അവസ്ഥയ്ക്കു പകരം നമുക്കവിടെ ഉയർന്ന രീതിയിലുള്ള മറ്റേ നമ്മൾ എല്ലാം വെവ്വേറെ ഓരോരുത്തർക്കും ആവശ്യമാണ്. ഇപ്പോ ഞാനും എന്റെ കുടുംബവും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചക്ക ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ചോളകൾ തിന്നുകൊണ്ട് അത് സംതൃപ്തിപ്പെടുന്നതിന് പകരം നമ്മൾക്ക് ഓരോരോ കുടുംബങ്ങളും ഓരോരോ വ്യക്തികളാവുന്ന സമയത്ത് എല്ലാവർക്കും കുറെ കുറെ ചക്ക വേണം. എല്ലാവരും കുറെ വേസ്റ്റ് ആക്കും. എല്ലാവർക്കും കുറച്ച് കുറച്ച് കിട്ടുകയുള്ളൂ. ആകത്തുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഉപഭോഗം കൂടി. അപ്പൊ ഉപഭോഗം കൂടുന്ന സമയത്ത് ഇത്രയും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് പ്രാദേശിക സംവിധാനങ്ങൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കേന്ദ്രീകൃത സംവിധാനങ്ങൾ ഇതിന്റെ ഉപഭോഗത്തെ കൈകാര്യം ചെയ്യുന്ന ഉൽപാദനത്തെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രീകൃത സംവിധാനങ്ങളിലേക്ക് മാറേണ്ടി വരും. ആ കേന്ദ്രീകൃത സംവിധാനത്തെയാണ് നമ്മൾ മുതലാളിത്തം എന്നും സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് എന്നും ഫെഡറൽ ഡെമോക്രസി എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നത്. ആ കേന്ദ്രീകൃത സംവിധാനങ്ങളോട് ഉള്ള ആശ്രയത്വം ഉണ്ടാവുന്നു. ഇത് സത്യത്തിൽ ഉണ്ടാക്കുന്നത് എന്താ? സ്വയം പര്യാപ്തതയുടെ നഷ്ടമാണ്. ഇത് JC കുമരപ്പയൊക്കെ വളരെ വ്യക്തമായിട്ട് എക്കോണമി ഓഫ് പെർമനൻസിൽ പറയുന്നുണ്ട്. ഗാന്ധിജി ഇതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ചും ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ ഘോരഘോരം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല, നമുക്കിത് വേണ്ട. അപ്പോ വ്യക്തിപര സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് സുസ്ഥിരത എന്നുള്ളത് മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. കാരണം വ്യക്തിപരതയിലേക്ക് നമ്മൾ ഊന്നി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉപഭോഗം ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം വ്യക്തിക്ക് ഇതെല്ലാം അവന് വേണ്ടുന്ന കാര്യങ്ങളെയെല്ലാം ആശ്രയിക്കുക എന്നുള്ള ഒരു അവയെല്ലാം തന്റെ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുക എന്നുള്ളത് നടക്കില്ല. കാരണം നമ്മളെല്ലാം ചെറിയ ചെറിയ വേലികൾക്കകത്തായി പോയി. ഒരു പ്രദേശത്ത് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഉണ്ടാവും. അത് കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഗുണഭോഗം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗുണഭോഗം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ വ്യക്തിപരതയിലേക്ക് എത്തിയപ്പോൾ ഉപഭോഗത്തിലേക്ക് പോയി. ആ ഉപഭോഗം എന്നുള്ളത് ഒരു സംസ്കാരമായി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വന്നു. ഈ ഉപഭോഗം എങ്ങനെയാണ് സുസ്ഥിര ജീവിതത്തെ തകർക്കുന്നത്? ഉപഭോഗം എന്ന് പറയുന്നത് തന്നെ അനന്തമായ ആവശ്യങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ ചെറുതൊന്നുമല്ല. നമ്മുടെ ഇപ്പൊ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുമ്പ് പ്രാഥമിക ആവശ്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. വായു, വെള്ളം, വെളിച്ചം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളതാണ്. അതും ബേസിക് ആയിട്ടുള്ളത് പോരെ. പക്ഷെ അതിൽ നമ്മൾ നിൽക്കില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഉപഭോഗ സംസ്കാരം നിലനിൽക്കില്ല. അപ്പൊ ഉപഭോഗ സംസ്കാരത്തിന് സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താ ചെയ്യുക? കൂടുതൽ കൂടുതൽ ഉൽപാദനത്തിന് വേണ്ടുന്ന സാധ്യതകൾ എവിടെ ഉണ്ടാക്കി വരും. അപ്പൊ ആവശ്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ ഈ ഉൽപാദനം കൂട്ടുന്നത്. അപ്പോ ആവശ്യത്തിൽ നിന്നും അനാവശ്യത്തിലേക്കുള്ള ആ ഒരു പരിവർത്തനം കുത്തിവെക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് അനന്തമായ ആവശ്യങ്ങളെ ഉപഭോഗ സംസ്കാരം സൃഷ്ടിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ ക്വിക്ക് അവൈലബിലിറ്റിയാണ്. നമുക്ക് വിഭവങ്ങൾ വേണം. വിഭവങ്ങൾ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ ഉടൻ ലഭ്യത. നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വേണം. ഈ പച്ചക്കറി എന്നുള്ള സാധനം വിത്ത് മണ്ണിലിട്ട് അത് മുളച്ച് വലുതായി വരുന്ന ആ ഒരു സ്ലോ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, സ്ലോ ഫുഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് വരെ ക്വിക്ക് ഫുഡ്. നമുക്ക് മസാല ദോശ വേണം, മസാല ദോശ കിട്ടി. അതിന് വരെ ഇപ്പൊ എന്താ, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി വീട്ടിലില്ലെങ്കിൽ അടുത്ത കടയിൽ പോയാൽ കിട്ടി. അടുത്ത കടയിൽ പോയാൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ മൊബൈലിലിട്ട് ഞെക്കിയാൽ മതി, 10 മിനിറ്റിൽ നമ്മൾ തക്കാളി ഉടനെ എത്തി. ആ ഉടൻ ലഭ്യത എന്ന് പറയുന്നത്. ഈ ഉടൻ ലഭ്യത ഉണ്ടാവുന്ന സമയത്ത് എന്തറിയും, ഉപഭോഗത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല, അധിക ഉപഭോഗം ഉണ്ടാവും. ഈ അധിക ഉപഭോഗം നടക്കുന്ന സമയത്ത് അവിടെ റിസോഴ്സ് ക്ഷയിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഉടൻ ലഭ്യത എന്നുള്ളത് നമ്മളെ പിന്നെ ചിന്തിപ്പിക്കാൻ സഹായിക്കുകയില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും സാധനങ്ങൾ ലഭ്യമാണ്. അപ്പൊ പിന്നെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട. എന്താ വെച്ചാൽ ഈ കേന്ദ്രീകൃത സംവിധാനത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ അയൽപ്പക്കത്തെ, നമ്മുടെ പരിസരമുണ്ടല്ലോ, പരസ്പരാനന്ദ ജാലികയിലെ പരിസരത്തുള്ള ഘടകങ്ങളുമായി ചേർന്ന് നിന്നാൽ മാത്രമേ ഞാൻ ഈ ജീവിത വ്യവസ്ഥയുടെ ഭാഗമാകൂ എന്ന് പറയുന്നതിലെ ആ പരിസരത്തെ ഘടകങ്ങളുണ്ടല്ലോ, അവയുമായിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിക്കപ്പെടുന്നു. അവിടെ വ്യക്തിപര ലോകമുണ്ടാകുന്നു. വ്യക്തിപര ലോകത്ത് സത്യത്തിൽ ഒറ്റപ്പെടലാണ്. നമ്മുടെ വീടിലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നതിന്റെ ചുറ്റും ഗ്രില്ല് ഇങ്ങനെ ഇട്ട് കെട്ടിയെന്നിരിക്കട്ടെ, എന്നിട്ട് പൂട്ടി വെച്ചു. പൂട്ടലിനും വിശ്വാസമില്ല, അത് വെൽഡ് ചെയ്ത് വെച്ചു എന്നിരിക്കട്ടെ. പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്ന് ഇവിടുന്ന് ഒരു തരി അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, അവിടെ പെട്ടുപോകും. അപ്പോ വ്യക്തിപര ലോകത്തിൽ നമ്മൾ സുരക്ഷയുടെ വേലികൾ ഇങ്ങനെ കൂട്ടി വരുന്തോറും നമ്മൾ അതിനകത്ത് ഒറ്റപ്പെടുകയാണ്. സുരക്ഷിതത്വം ഉള്ള ഒരു പൊതുവായ അവസ്ഥയിൽ നിന്നും വേറിട്ട് നമ്മൾ തീരെ സുരക്ഷിതമല്ലാത്ത ഒരു ചുരുങ്ങിയ കാരാഗ്രഹത്തിനകത്ത് പെടുകയാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു.
അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഉടൻ ലഭ്യതയിലൂടെ കാര്യങ്ങളെ സ്വീകരിക്കുന്നത്, ഉപഭോഗം അങ്ങനെ ഒരു ലിമിറ്റില്ലാതെ നടത്തുന്നത്. ഇത് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അനന്തമായ ആവശ്യങ്ങളെ സൃഷ്ടിക്കേണ്ടതുണ്ട്, അനന്തമായ ഉൽപാദനം നടത്തേണ്ടതുണ്ട്. അപ്പോ അതെല്ലാം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിഭവങ്ങൾ ഇങ്ങനെ അതിവ്യാപിക്കും. ഇഷ്ടം പോലെ വിഭവങ്ങളാവും. ഇഷ്ടം പോലെ വിഭവങ്ങളാവുമ്പോ എന്താ, നമുക്ക് കുറച്ചല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാലിന്യം കൂടും, മലിനീകരണം കൂടും. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തോ ആവശ്യത്തിനല്ലല്ലോ ഉൽപ്പാദിപ്പിക്കുന്നു, ഉള്ളിടത്ത് പരമാവധി ചൂഷണം ചെയ്യുന്നു. അപ്പോൾ പരമാവധി ഉൽപാദനം കൂടുന്നു. അവിടെയും പ്രകൃതിയുടെ മുകളിലുള്ള ഇമ്പാക്ട് കൂടുന്നു, പ്രകൃതി വിഭവങ്ങളുടെ അളവ്, പ്രകൃതിയുടെ മുകളിലുള്ള ആഘാതം കൂടുന്നു. അവിടെ മലിനീകരണം കൂടുന്നു, ഉൽപാദനപരമായിട്ടുള്ള മലിനീകരണം കൂടുന്നു. മൊത്തത്തിൽ പ്രകൃതി വിഭവങ്ങളുടെ നാശം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോ ഉൽപാദനം, ഉപഭോഗം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ എത്തിക്കുന്ന പാഴ് എന്നുള്ള അവസ്ഥയിലേക്കാണ്. ആവശ്യത്തിനല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിനും അപ്പുറത്തേക്ക് വരുമ്പോൾ പാഴ്. അങ്ങനെ ഒരു ചക്രത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തുന്നു. വേണ്ടാത്തത് ഉൽപ്പാദിപ്പിക്കുന്നു, വേണ്ടെങ്കിലും ഉപയോഗിക്കുന്നു. അപ്പൊ പിന്നെ വേസ്റ്റ് ഉണ്ടാവുന്നു. ആ വേസ്റ്റ് പിന്നീട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് പിന്നെയും വർദ്ധിപ്പിക്കുന്നു. വേണ്ടാത്ത ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ ആ സസ്റ്റൈനബിലിറ്റിയുടെ ചക്രം അതവിടെ തെറ്റാണ്. അപ്പൊ ഇതിങ്ങനെ ഉപഭോഗം അല്ലെങ്കിൽ ഉൽപാദനം, ഉപഭോഗം, പാഴ് എന്ന് പറയുന്ന ആ ഒരു ക്രമം ഭയങ്കരമായിട്ട് അങ്ങോട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്നാണ് നമ്മുടെ ആശ്വാസം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്. ഈ സന്തോഷം നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾക്ക് നിലനിർത്താൻ താല്പര്യം. അപ്പൊ നമ്മുടെ ധാരണ എന്താ വെച്ചാൽ, ആ സന്തോഷം നിലനിർത്തുന്ന ആ ക്വിക്കായിട്ട് വിഭവങ്ങളെ ഉപയോഗിക്കുന്ന ആ ഉടൻ ലഭ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അതാണ് സസ്റ്റൈനബിൾ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു. നമ്മളിവിടെ പറയുന്ന ഈ സുസ്ഥിര ജീവനുണ്ടല്ലോ, അത് സ്ലോ ഫുഡ് ഉണ്ടാക്കി, പതുക്കെ ഭക്ഷണം ഉണ്ടാക്കി, നമുക്ക് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഗുണഭോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു സുസ്ഥിര ജീവൻ എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ഇത് പ്രായോഗികമല്ല എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വരെ അത്യാവശ്യം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത കടയിൽ പോയി വാങ്ങിക്കുക എന്നുള്ളതിനേക്കാളും പലപ്പോഴും ചൂസ് ചെയ്യുക ആമസോണിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനതിന്റെ നമ്മള് ഈ ചില പ്രത്യേക ഗാഡ്ജറ്റ്സ് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെല്ലാം തന്നെ ഞാൻ പ്രാദേശിക വിഭവങ്ങളെ, പ്രാദേശിക ആർട്ടിസാൻസിനെ, പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിക്കാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ പോലും എന്ന് പറയാൻ കാര്യം, എനിക്കും ആ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഉപഭോഗത്തിന്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയുകയും അതിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കാനുള്ള പ്രവണതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഉപഭോഗം എന്ന് പറയുന്ന, ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് ആണ് ഇതിനെ ഇത്രയേറെ വിപുലപ്പെടുത്തുന്നത്. ഈ ഉപഭോഗ സംസ്കാരം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു? ഉപഭോഗ സംസ്കാരം ഉണ്ടാകുന്നത് വ്യക്തിപരതയിൽ നിന്നാണ്. വ്യക്തിപരത ഉണ്ടാകുന്നത് അപജ്ഞാനത്തിൽ നിന്നാണ്, അല്ലെ? അപ്പോ ഈ പ്രശ്നം എന്ന് പറയുന്നത് സത്യത്തിൽ പുറത്തല്ല, അകത്താണ്. ഇതിന് ഈ പ്രശ്നമായിട്ട് വരുന്നത് എന്താണ്? ബോധത്തിൽ നിന്നുള്ള, പ്രകൃതിയുടെ സ്വാഭാവിക ബോധചലനത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ഇതിന്റെ ഫലം എന്താ? അസുസ്ഥിര ജീവിതം. ജീവിതം മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ, അപജ്ഞാനം. അത് വ്യക്തിപരതയിലേക്ക് എത്തുന്നു, പിന്നെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് എത്തുന്നു, സുസ്ഥിരത തകർന്നു പോകുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നുണ്ടോ? അതോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഈ ഒരു വല്ലാത്ത കുരുക്കുണ്ടല്ലോ, അതിനകത്ത് കുരുങ്ങിയിരിക്കുകയാണോ? സുസ്ഥിരത തകർക്കുന്നത് പുറത്തുള്ള ഘടകങ്ങൾ, അകത്തുള്ള ഘടകങ്ങളാണ്. അത് മനുഷ്യന്റെ ബോധത്തിന്റെ പിഴവാണ്. അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്. അതിനെ അതിജീവിക്കണമെങ്കിലാണ് നമ്മൾ ശുദ്ധജ്ഞാനത്തിലേക്ക് പോകേണ്ടത്. ശുദ്ധജ്ഞാനത്തിലേക്ക് പോകാൻ ശുദ്ധമായ സത്സംഗങ്ങളിൽ, ശുദ്ധമായ സാധനങ്ങളിൽ ഇവിടെ കടന്നു പോകണം. റിഡക്ഷനിസത്തിൽ നിന്ന് മാറണം, ഹോളിസത്തിലേക്ക് മാറണം. വ്യക്തിപരതയിൽ നിന്ന് മാറി നമ്മൾ ആ സർവപരതയിലേക്ക് മാറണം. ഉപഭോഗത്തിന് പകരം ഗുണഭോഗം ആക്കണം. ഇതെല്ലാം എവിടെയാണ് സാധ്യമാവുക? അതിന് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആ ഒരു മോഡലിനെയാണ് നമ്മൾ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത്. അതിന്റെ ആ കോർപ്പോറിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇക്കോ വില്ലേജ് എന്നുള്ള ആശയം. ലോകത്ത് 10,000-ലധികം ഇക്കോ വില്ലേജുകളുണ്ട്. അതുപോലെ ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം എടുക്കുന്നത്.
അപ്പോ മനസ്സിലാക്കുക, സുസ്ഥിര ജീവനം എന്ന് പറയുന്നതിനെ തകർക്കുന്നത് അപജ്ഞാനമാണ്, വ്യക്തിപരതയാണ്, ഉപഭോഗ സംസ്കാരമാണ്. അതിൽ നിന്നും മാറണം എന്നുള്ള തിരിച്ചറിവ് വരുന്നത് വരെ നമ്മൾ ഈ കുഴിയിലേക്ക് വീഴാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നും മാറാനുള്ള ആഹ്വാനമാണ് ഈ സെഷൻ. നിങ്ങൾക്കിത് ബോധ്യമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോധ്യമായിട്ടുണ്ടെങ്കിൽ സ്വയം പരിശോധന നടത്തുക. എവിടെയൊക്കെയാണ് അപജ്ഞാനമുള്ളത്, എത്രത്തോളമുണ്ട്, അതിനെ മാറ്റാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ വ്യക്തിപരത എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു, അതിൽ നിന്നും മാറണമെങ്കിൽ നിങ്ങളിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടതെന്ന് പരിശോധിക്കുക. ആ പരിശോധനയുമായിട്ട് സുസ്ഥിരതയുടെ അടുത്ത പാഠങ്ങളിലേക്ക് നമുക്ക് കയറാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.